റയൽ മാഡ്രിഡ് ലിവർപൂൾ മത്സരത്തിൽ വിട്ടുപോയിട്ടുള്ള 3 പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കോട്ടു എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതൊരു യൂഷ്വൽ ജുജുബിയാണ്. കാരണം ലിവർപൂളിനെതിരെ പുള്ളിക്ക് ഒരു മിനിമം ഒരു 7-8 സേവ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഈ ഇതിൽ പറയില്ല, അത് ലിസ്റ്റിലുള്ളൊരു കാര്യമാണ്. പുള്ളി അത് ചെയ്തിരിക്കും, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇനി ഹെയ്റ്റ് എന്ന് പറഞ്ഞ് മാത്രം കമൻറ്റ് ചെയ്യണവർക്ക് വീഡിയോ മുഴുവൻ കാണേണ്ട ആവശ്യമില്ല, നേരെ താഴെ പോയി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ല നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ഓർമ്മിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, വിട്ടുപോയൊരു പ്ലെയറാണ് ആൽവാരോ കെറേറസ്. എൻ്റെ മോനെ, പുള്ളിയുടെ കഴിഞ്ഞ ഗോളും അധികം ആരും സംസാരിച്ച് കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നലത്തെ പെർഫോമൻസും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാല എന്ന് പറയുന്ന പ്ലെയറിൻ്റെ കേപ്പബിലിറ്റി അറിയാവുന്നവർക്കറിയാം. പുള്ളി ഇങ്ങനെ തൊട്ടാ പൊട്ടുന്ന ഒരു ബോംബാണ്. അപ്പോൾ ആ ബോംബിന് പൊട്ടാതെ മാക്സിമം പിടിക്കാൻ അൽവാരോ കെറേറസ് എന്ന് പറയുന്ന താരത്തെ കൊണ്ട് പറ്റി. അതിന് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൈയടി കൊടുക്കണം. 2, ജൂഡ് ബെല്ലിംഗം എന്ന് പറയുന്ന താരം കിടിലൻ പ്ലെയർ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ പ്രഷർ വരുന്ന സമയത്ത് പുള്ളി കാണിക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഗോളിലേക്ക് വഴിവെക്കുന്നത്. അത് ഇന്നലെ ആ ഗോളിലേക്ക് പോകാനുള്ള ഫ്രീ കിക്ക് എന്തായാലും ജൂഡിൻ്റെ ഒരു കിടിലൻ ഫൗൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. 3, ലിവർപൂളിന് ആവശ്യത്തിൽ കൂടുതൽ ഡിഫൻസീവ് പ്രശ്നങ്ങളുണ്ട്. വാൻഡൈക്ക് കൊനാറ്റെ കോമ്പിനേഷൻ ഇപ്പോഴും വർക്കൗട്ട് ആയിട്ടില്ല. ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പോലും അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മിനിമം ഒരു ഗോളെങ്കിലും അടിക്കേണ്ട റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിംഗ് സൈഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിനെ ഒന്ന് വേർക്കാൻ പോലും അനുവദിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒന്നും ഓർമ്മ വന്നിട്ടില്ല കേട്ടോ. കാരണം റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കിടിലൻ ഒരു അറ്റാക്കിംഗ് മൂവെങ്കിലും ഒന്ന് ആലോചിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് 3 കാര്യങ്ങളാണ് എനിക്ക് വിട്ടുപോയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ മാച്ചിനെ കുറിച്ച് എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഗൈസ്, ചിൽ കുപ്പിച്ചിൽ.